BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. ഓട്ടിസം ബാധിച്ച കുട്ടികളെ ശാക്തീകരിക്കാൻ ലക്ഷ്യമിടുന്ന സാമൂഹിക കൂട്ടായ്മയുടെ ഭാഗമായി റോട്ടറി ക്ലബ്ബ് കൊച്ചിൻ സാൻഡ് റൺ 5ാം പതിപ്പ് സംഘടിപ്പിച്ചു. ഗ്രാൻഡ് ഹയാത്ത് കൊച്ചിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ചലച്ചിത്ര താരം നൈല ഉഷ മുഖ്യ അതിഥിയായി. സാൻഡ് റൺ 5 കിലോമീറ്റർ ഫാമിലി ഫണ്ട് റൺ, 10 കിലോമീറ്റർ ഓട്ടം, 21.1 കിലോമീറ്റർ ഓട്ടം, 50 കിലോമീറ്റർ സൈക്ലിംഗ്, 21 കിലോമീറ്റർ റിലേ എന്നിങ്ങനെ 5 പരിപാടികളാണ് നടത്തിയത്. 3500-ലേറെ പേരാണ് പങ്കെടുത്തത്. ഹൈബിയുടെ MP ജസ്റ്റിസുമാരായ ബച്ചു കുര്യൻ, AK ജയശങ്കർ നമ്പ്യാർ, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ, ഡോക്ടർ നീതു ഷുക്കൂർ, റോട്ടറി കൊച്ചിൻ നൈറ്റ്സ് ട്രസ്റ്റ് പ്രസിഡന്റ് ജിബ്രാൻ ആസിഫ്, സെക്രട്ടറി റിങ്കു അലക്സാണ്ടർ, സാൻഡ് റൺ കൊച്ചി ചെയർമാൻ സാബു ജോണി, അനിൽ ജോസഫ്, CA ഗണേഷ്, റോട്ടറി ഇന്റർനാഷണൽ ഡയറക്ടർ അനിരുദ്ധ ചൗധരി, മുൻ പ്രസിഡന്റ് R മാധവ് ചന്ദ്രൻ, മുൻ ഡിസ്ട്രിക്ട് ഗവർണർ PR വിജയകുമാർ, രഞ്ജിത്ത് വാര്യർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യൻ ബെൻഡ് ഫുട്ബോൾ ക്യാപ്റ്റൻ ക്ലിൻസൺ ഡി മാർക്കിനെ ആദരിച്ചു. എല്ലാ വീട്ടിലും ഒരു തൊഴിൽ അല്ലെങ്കിൽ ഒരു സംരംഭം ഉറപ്പുവരുത്താൻ സംസ്ഥാന സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ സാക്ഷാത്കരിക്കാൻ ഗ്രാമീണ മേഖലയിൽ സഹകരണ ബാങ്കുകൾക്ക് പ്രധാന പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് മന്ത്രി P രാജീവ്. ഉദയംപേരൂർ സർവീസ് സഹകരണ ബാങ്ക് ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച ശതാബ്ദി സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ബാങ്ക് പ്രസിഡന്റ് KS ലിജു അധ്യക്ഷത വഹിച്ചു. സോളാർ വായ്പ വിതരണം K ബാബു MLA ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി EP ഷിബ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ദീർഘകാലം ബാങ്ക് പ്രസിഡന്റായിരുന്ന VV കൃഷ്ണൻ, മികച്ച ക്ഷീരകർഷകർ, ജൈവ പച്ചക്കൃഷി ഗ്രൂപ്പ് തുടങ്ങിയവരെ ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സജിത മുരളി, ജില്ലാ പഞ്ചായത്ത് അംഗം KV അനിത, TK ജയചന്ദ്രൻ, PK സുബ്രഹ്മണ്യൻ, TT ജയരാജ്, KA ജയരാജ്, PG രാജൻ എന്നിവർ സംസാരിച്ചു. അമ്പലമുകൾ വ്യവസായ മേഖലയിൽ അയ്യൻകുഴി പ്രദേശത്ത് കൊച്ചിൻ റിഫൈനറിയുടെയും HOCയുടെയും മതിലുകൾക്കുള്ളിൽ 9.5 ഏക്കറിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെ സ്ഥലം ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് കമ്പനികൾക്ക് മുന്നിൽ നടത്തുന്ന സമരം 27 ദിവസം പിന്നിട്ടു. ദിവസവും വൈകുന്നേരമാണ് സമരം നടക്കുന്നത്. ഇവിടെ താമസിക്കുന്ന അധിക പേർക്കും 2-3 വീതം സെന്റ് ഭൂമി മാത്രമാണുള്ളത്. തെക്ക് പടിഞ്ഞാറ് ഭാഗം HOCയും കിഴക്ക് വടക്ക് ഭാഗം റിഫൈനറിയുടെയും 2 ആൾ പൊക്കത്തിലുള്ള മതിലാണ്. 2 മതിലുകളുടെയും ഇടയിലുള്ള റോഡിലൂടെ മാത്രമേ ഇവിടെ എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഏതെങ്കിലും അപകടമുണ്ടായാൽ ഓടി രക്ഷപ്പെടാൻ പോലും കഴിയില്ലെന്നും സമരസമിതി ജനറൽ സെക്രട്ടറി MK പങ്കജാക്ഷൻ പറയുന്നു. 1984 മുതൽ ഈ പ്രദേശത്തുള്ളവർ സമരത്തിലാണ്. ഏത് സമയവും ശബ്ദ മലിനീകരണവും വായു മലിനീകരണവുമാണ്. കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ ശ്വാസകോശ രോഗങ്ങളും വ്യാപകമാണ്. കമ്പനികൾ ഭൂമി ഏറ്റെടുത്ത് താമസിക്കുന്നവരുടെ ജീവൻ രക്ഷിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കോടതി വരെ ഭൂമി ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും സർക്കാരോ കമ്പനികളോ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല. ഇതോടെയാണ് പ്രത്യക്ഷ സമരവുമായി നാട്ടുകാർ രംഗത്ത് വന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് അയ്യൻകുഴി നിവാസികൾ. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടായ ശക്തമായ വേലിയേറ്റത്തെ തുടർന്ന് ചെമ്മീൻ കെട്ടുകൾ വെള്ളത്തിൽ മുങ്ങുന്നു. കോട്ടുവള്ളി, ഏഴിക്കര, കൈതാരം പ്രദേശങ്ങളിലെ ചെമ്മീൻ കൃഷിക്കാരെയാണ് ഏറെ ദോഷകരമായി ബാധിച്ചിട്ടുള്ളത്. ശക്തമായ വേലിയേറ്റത്തെ തുടർന്ന് ചെമ്മീൻ കെട്ടുകളുടെ പുറം ചിറകുകളും തുമ്പുകളും വെള്ളത്തിനടിയിലായി. ഇതുമൂലം ഹാച്ചറകളിൽ നിന്ന് കെട്ടുകൾ നിക്ഷേപിച്ചിട്ടുള്ള കാര ചെമ്മീൻ കുഞ്ഞുങ്ങളും ഞണ്ടുകളും പുഴയിലേക്ക് ഒഴുകിപ്പോകുന്ന അവസ്ഥയാണ്. ഈ അവസ്ഥ വൻ സാമ്പത്തിക നഷ്ടമാണ് ചെമ്മീൻ കെട്ട് കർഷകർക്കുണ്ടാക്കിയിട്ടുള്ളത്. കെട്ട് തുടങ്ങി 20 ദിവസം പിന്നിട്ടപ്പോഴാണ് ഇടുത്തി പോലെ ഈ ദുരവസ്ഥയുണ്ടായത്. മുൻവർഷങ്ങളിലും ഇത്തരം പ്രതിഭാസം ഉണ്ടായപ്പോൾ കർഷകരുടെ സംഘടന കേരള അക്വാ ഫാമേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ സർക്കാരിന് നിവേദനങ്ങൾ നൽകിയിരുന്നുവെങ്കിലും നടപടികളൊന്നും തന്നെ ഉണ്ടായില്ല. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കൃഷിവകുപ്പ് ഒരു നടപടിയും സ്വീകരിക്കാത്തത് പ്രതിഷേധാർഹമാണെന്നും ഫെഡറേഷൻ ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതിനുള്ള പരിഹാര നടപടികൾ ഉണ്ടാകണമെന്നും ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി KX സെബാസ്റ്റ്യൻ ആവശ്യപ്പെട്ടു. ഉറവിടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന ജൈവമാലിന്യം നഗരസഭ ഡംപിംഗ് യാർഡിൽ നീക്കം ചെയ്യുന്നത് കരാറിന് വിരുദ്ധമാണെന്ന ആക്ഷേപം. ശേഖരിക്കുന്ന മാലിന്യം അതാത് ദിവസം തന്നെ കൊണ്ടുപോകണമെന്നാണ് കരാർ വ്യവസ്ഥ. എന്നാൽ 3 ആഴ്ചയോളമായി മാലിന്യ നീക്കം കൃത്യമായി നടക്കുന്നില്ല. ദേശീയ പാതയോരത്തെ കേന്ദ്രത്തിൽ മാലിന്യം കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയാണ്. തിരുവനന്തപുരം സ്വദേശിയുമായാണ് നഗരസഭ കരാർ. മാലിന്യം കൊണ്ടുപോകുന്നത് നഗരസഭ ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിലായിരിക്കണമെന്ന വ്യവസ്ഥ പാലിക്കപ്പെടുന്നില്ല. കൊണ്ടുപോകുന്ന വാഹനത്തിൽ GPS ഘടിപ്പിക്കണമെന്ന നിർദ്ദേശവും നടപ്പായിട്ടില്ല. 1 കിലോ മാലിന്യം നീക്കം ചെയ്യുന്നതിന് 5 രൂപ
രൂപയാണ് നഗരസഭ നൽകുന്നത്. എന്നാൽ തൂക്കം പരിശോധിക്കുന്നതിലും വീഴ്ചയുണ്ടെന്നാണ് ആരോപണം. കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ ഇത് സംബന്ധിച്ച് പ്രതിപക്ഷം ചോദ്യം ഉന്നയിച്ചിരുന്നു. കൗൺസിലർ ടി എ അസൈനാർ വിഷയത്തിൽ കൃത്യമായ മറുപടി ആവശ്യപ്പെട്ടെങ്കിലും കരാറുകാരന് പണം നൽകാത്തതാണ് മാലിന്യ നീക്കം തടസ്സപ്പെടാനിടയാക്കിയതെന്നാണ് നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ കൗൺസിൽ വിശദീകരിച്ചത്. വീടുകളിൽ നിന്ന് ഹരിതകർമ്മസേന പിരിച്ചെടുക്കുന്ന കളക്ഷൻ കുറവാണ്. ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധക്കുറവുണ്ടെന്നും മാനേജർ ചൂണ്ടിക്കാട്ടി. അതേസമയം നഗരസഭാ പരിധിയിലെ 28,000-ഓളം വീടുകൾ ഉള്ളതിനാൽ 14,106 വീടുകളാണ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. ദിവസം 5 ടൺ മാലിന്യം ഉണ്ടായിരുന്നിടത്ത് ഇന്ന് 10 ടൺ മാലിന്യമാണ് ലഭിക്കുന്നത്. കൊണ്ടുപോകുന്ന മാലിന്യം സംസ്കരിക്കുന്നതിലും അവ്യക്തത നിലനിൽക്കുകയാണ്. തൊടുപുഴയിലെ പിറ്റ് കമ്പോസ്റ്റിംഗ് ചെയ്യുന്നതിലൊക്കെയാണ് കരാർ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മറ്റു പലയിടങ്ങളിലേക്കും കൊണ്ടുപോകുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ വാർത്തയോട് കൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.